ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാമനാട്ടുകരയാണ്. രാമനാട്ടുകര ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഹൈലൈറ്റ് മാളിന്റെ അവിടം വരെയാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ പുതുതായിട്ട് ഹൈവേയിൽ എന്തൊക്കെയാണ് വർക്കുകൾ ഈ ഭാഗത്തൊക്കെ നടക്കുന്നതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ ഈ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഉള്ള ഡ്രൈനേജിന്റെ മുകളിലുള്ള ഈ മണ്ണുകളൊക്കെ നീക്കി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ മുകളിൽ ഉള്ള മണ്ണുകൾ നീക്കിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ചില ഭാഗത്തൊക്കെ വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്നുണ്ട്, കുറച്ച് കട്ടിയൊക്കെ കൂട്ടുന്നുണ്ട്, ഹൈറ്റ് കൂട്ടി പണിയെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ പെയിന്റിങ് വരെ ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഈ ഭാഗത്ത് ഇനിയും ഡ്രൈനേജിന്റെ ബാക്കി ഭാഗം ഇവിടെ തകർന്നു പോയത് ഇനിയും ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഹൈലൈറ്റ് മാൾ വരെയുള്ള ഭാഗത്ത് പുതുതായിട്ട് വരുന്ന വർക്കുകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇതിന്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പലക അടിച്ച് ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വർക്കുകൾ പുതുതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഈ ഭാഗത്തുള്ള ഈ ജോയിന്റിങ് ഒന്നും കാണൂല, നല്ല വൃത്തിയായിട്ട് കാണും. അങ്ങനെയുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ പെയിന്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് ഭാഗത്ത് എടുത്ത ഭാഗത്തൊക്കെ വീണ്ടും പെയിന്റിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് സമയമൊക്കെ വൈകുന്നുണ്ട്. അപ്പോൾ വിചാരിക്കുന്ന പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പന്തീരങ്കാവ് എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പെയിന്റിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മഴയത്താണ് തോന്നുന്നു പെയിന്റിങ് ചെയ്തത്, അതുകൊണ്ടായിരിക്കും ഈ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയത് പോലെയൊക്കെ കാണുന്നുണ്ട്. ഏതായാലും പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ ഇതേപോലെയുള്ള ക്രഷ് ബാരിയർ വരുന്ന പോലെയുള്ള ഭാഗത്തും പെയിന്റിങ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് പെയിന്റ് ചെയ്യുന്നില്ല തോന്നുന്നത്. കാണാം നമുക്ക് അവിടെ അത്രയും ഭാഗം വൈറ്റ് കളറിലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്യാപ്പ് ഒക്കെ കാണുന്നുണ്ട്, എന്തിനാന്നറിയില്ല. ഇവിടെ ഈ ഫൈബറിന്റെ ഇതൊക്കെ വെച്ചതൊക്കെ ആകെ മണ്ണും ചെളിയൊക്കെ ആയി പിടിച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒരു കവറൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറെ ഭാഗത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. കാണാം നമുക്ക് ഇവിടെയും ഇതുപോലെ ഒരു ഗ്യാപ്പ്. ഇവിടുത്തെ സ്ലാബൊക്കെ പൊങ്ങിയാണ് കിടക്കുന്നത്. ചില ഭാഗത്തൊന്നും ഒരു വൃത്തിയായിട്ട് തോന്നുന്നില്ല. നമ്മളെ ടൈല് വിരിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഫുട്പാത്തിന്റെ ഭാഗത്തൊന്നും അതൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല. കുറെ ഭാഗത്ത് ഇവർ ചെയ്തു എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു പക്ഷേ ഈ ഭാഗത്തൊക്കെ ഈ സ്ലാബ് എടുത്തു മാറ്റിയതിനു ശേഷം ഇവിടെ നെറ്റ് പോലുള്ള ഒരു ഗ്രില്ല് കൊടുക്കുന്നുണ്ട്. ആ ഗ്രില്ലിന്റെ സ്ലാബ് ആയിരിക്കാം വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ ആകുമ്പോൾ വെള്ളം ഒഴുകി പോവാന് കുറച്ചും കൂടെ നല്ലതാണ്. ഇവിടേക്ക് എത്തുമ്പോൾ മഞ്ഞ പെയിന്റ് അടിച്ചിട്ടുണ്ട്. അവിടെ ഒരു എക്സിറ്റ് ഉള്ളിന്ന് ഉള്ള ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സിറ്റ് ആണ്, ഹൈവേയിൽ നിന്നുള്ള എക്സിറ്റ് ഭാഗമാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭാഗത്തൂടെ എക്സിറ്റ് ചെയ്താൽ വളരെ നല്ലതാണ്. കുറെ പേര് ഇങ്ങോട്ടും വരുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് കടക്കുക. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കുന്ന സമയത്ത് ആക്സിഡന്റുകൾ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്.
അപ്പൊ വെയിലിങ്ങനെ വന്നും പോയും കൂടെ ഒക്കെ നിൽക്കുകയാണ്, മഴയാണ്, അതുകൊണ്ടാണ് ഒരു ക്ലിയർ കമ്മിയൊക്കെ ഉണ്ടാവും ചെറിയ തോതിൽ. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. അപ്പൊ ഇവിടെ കണ്ടില്ലേ, സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള ഈ സൈഡിലൊക്കെ ഉള്ള മണ്ണുകളൊക്കെ എടുത്തു മാറ്റുന്നുണ്ട്, വേസ്റ്റ് മണ്ണുകൾ വീണത്. ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ഫുട്പാത്തുകളാണ്. ഈ ഫുട്പാത്തുകളൊന്നും ചില ഭാഗത്തൊന്നും നല്ല വൃത്തിയിൽ ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ കാണാം നമുക്ക്, അങ്ങനെയുള്ള ഭാഗത്തൊക്കെ അങ്ങോട്ട് കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇട്ട പോലെയാണ്, ഒരു വേണ്ടത്ര ഒരു ശ്രദ്ധ കൊടുക്കാതെ ചെയ്ത പോലെ. ഇവിടെയൊക്കെ സർവീസ് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ സെൻറ്ററിൽ വരെ ട്രാക്കൊക്കെ വരച്ച് സിഗ്നൽ ലൈറ്റൊക്കെ കൊടുത്ത് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ അറപ്പുഴ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അറപ്പുഴ പാലത്തിൻ്റെ പുതിയ പാലത്തിലൂടെ പഴയ പാലത്തിലൂടെ ഒക്കെ വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പുതിയൊരു പാലത്തിൻ്റെ നിർമ്മാണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെയൊക്കെ ഇനിയും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ താൽക്കാലികമായിട്ട് വെക്കാതെ നിർത്തിയത് അവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഭാഗം കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടേക്ക് താഴെ ഭാഗത്തേക്ക് കമ്പിയൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു ക്രെയിനാണിത്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തുനിന്ന് പോയി നോക്കാം, പാലം വർക്ക് നടക്കുന്ന ഭാഗത്ത്. അപ്പോൾ പുഴൻ്റെ അടുത്തേക്ക് പോവുകയാണേ. ഇവിടെ വർക്ക് മഴയായിട്ടും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാണാം, നമുക്ക് പൈലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. സെൻട്രൽ ഭാഗത്തുള്ള വർക്കുകൾ ഇപ്പം നടക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അവിടെ ആളുകളൊന്നും കാണുന്നില്ല. പാലത്തിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ആകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് പൈലിംഗ് നടക്കുന്നത്. പുഴ ഇങ്ങനെ നിറഞ്ഞ് വരികയാണ്. സെൻട്രൽ ഭാഗത്തുള്ള ഒരു ഭാഗത്ത് ഇവിടെ ഒരു പൈലിംഗ് നടന്ന് ഇതിൻ്റെ പില്ലർ പൊന്തിയത് കാണുന്നുണ്ട്. അപ്പുറത്തെ ഒരു 4 പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പില്ലറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാം, നമുക്ക് പുഴ നിറഞ്ഞ് വെള്ളമൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള വേസ്റ്റ് വെള്ളമൊക്കെ വലിച്ചെടുക്കണമെന്ന ഒരു മോട്ടറാണത്. അതിൻ്റെ ഒരു ഫുട് വെള്ളവിൻ്റെ ഒരു രീതിയാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇതൊക്കെ ഇപ്പോഴും പഴയ രീതിയിലാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നത്. KNRCL കമ്പനീൻ്റെ കയ്യിലൊക്കെ പുതിയ മെഷീനറീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊക്കെ ആണ് അവിടെയൊക്കെ കുറച്ച് വേഗത്തിലൊക്കെ വർക്കുകൾ കഴിഞ്ഞത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയും വേഗത്തിൽ കഴിഞ്ഞതുകൊണ്ട് വേഗത്തിൽ പൊളിഞ്ഞും പോയിന്ന്. അവിടെയൊക്കെ പാലത്തിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂരിയാട് ഭാഗത്ത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കാണാത്തവര് ഇതിന്റെ താഴത്തെ വീഡിയോ കാണാം. ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഈ ഭാഗത്ത് ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുക. കൂരിയാട് ഭാഗത്ത് പാലത്തിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പൈലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാലത്തിന്റെ സൈഡിലുള്ള കൈവരി വെക്കുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ ഒരു പകുതിയോളൊക്കെ ആയിട്ടുണ്ട്. പുതിയൊരു വർക്കാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ള. ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്കും ചെയ്യാനുണ്ട് കുറച്ച് ഭാഗത്ത്. ഇത് റെഡിമെയ്ഡാണ് തോന്നുന്നത്. കാണാം, നമുക്ക് റെഡിമെയ്ഡിന്റെ ഇത് കൊണ്ടുവന്നിട്ട് ഈ തൂണിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഭാഗത്തുനിന്നൊരു സർവീസ് റോഡ് വരുന്നുണ്ട്. ഇങ്ങോട്ട് കയറി വരാനും ഇതുവഴി വാഹനങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് തിരിച്ചു പോകാനൊക്കെ ഉള്ള കാരണത്താലാവും ഇവിടെ ക്രാഷ് ബാരിയർ ഒന്നും വെച്ചിട്ടില്ല. അതിനു വേണ്ടിയുള്ള ഒരു ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ മണ്ണെടുത്ത് മാറ്റി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ ഈരാട്ടുകുന്ന് പറഞ്ഞ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പേരേനെ കേൾക്കുന്നത്. പന്തീരങ്കാവിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്.
അപ്പോൾ ബോർഡിൽ കണ്ടത് പറയാനാണ്. ഇനി പേര് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിന് സെൻറ്റർ വരുന്ന ഒരു തൂണുണ്ട്. ആ തൂണിൻ്റെ വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പുറത്തും രണ്ട് ഭാഗത്തുള്ള തൂണിൻ്റെ വർക്കുകളൊക്കെ റെഡിയാണ്. ഇപ്പോൾ ഇവിടെ ക്രെയിനൊക്കെ വന്നിട്ടുണ്ട് കാണാം. ഇത് എടുത്തു വെക്കാനുള്ള വർക്ക് തുടങ്ങാനാണെന്ന് തോന്നുന്നത്. ക്രെയിനൊക്കെ ഇതിൻ്റെ ബെൽറ്റൊക്കെ ഇട്ട് റെഡിയാണ്. ഇനി ഇത് എടുത്തു വെക്കാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നത്. അപ്പുറത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വെക്കാൻ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഈ സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആവും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക്. ഇതിൻ്റെ മുകളിൽ ഇനി സ്ലാബുകളൊക്കെ വരുമായിരിക്കും. അത് താൽക്കാലികമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഇത് എടുത്തു വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പുറത്താണ് ഇതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തൊരു വാളും അതിൻ്റെ മുകളിലൊരു പില്ലറുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാം സർവീസ് റോഡ് കഴിഞ്ഞ ഭാഗത്ത് ഒരു കുറച്ച് ഭാഗം ഉണ്ടാവില്ല, ഫുട്പാത്തിൻ്റെ ഭാഗം, അവിടേക്കാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പുറത്ത് കാണാം. അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തൂടെ ഇപ്പോൾ വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വെയിലിങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കുകയാണ്. മഴ വരികയാണെങ്കിൽ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് എത്തും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കാം ബാക്കിയുള്ള ഭാഗത്തൊക്കെ. ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഫ്ലൈ ഓവറിന്റെ താഴ്ഭാഗത്താണ്. അപ്പൊ നമ്മൾ എപ്പോഴും മുകളിലൂടെ അല്ലേ പോകുന്നത്. അപ്പൊ താഴ്ഭാഗത്തുള്ള കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി താഴ്ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ താഴ്ഭാഗത്ത് ഇവിടെയൊക്കെ കാണാം, നമുക്ക് ക്രാഷ് ബാരിയറുകൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് ഇവിടെ സ്റ്റോക്ക് ചെയ്ത പോലെയാണ്. ഇങ്ങനെ ഒരു ഇവിടെ കൂട്ടിയിട്ട് കാണാം. ഇവിടെ വരുന്ന സർവീസ് റോഡൊക്കെ നല്ല വീതി ഉണ്ട് കേട്ടോ. ആളുകളോട് എപ്പോഴും പറയുമ്പോൾ ഒരു കളിയാക്കലും പരിഹസിക്കലൊക്കെയാണ്. അത്ര മതി, അല്ലെങ്കിൽ പറയും ചിലവര് നിനക്കെന്താ അത്ര വീതി കൂടിയിട്ട് കാര്യം എന്നൊക്കെ. ഇവിടെയൊക്കെ വരുന്ന സർവീസ് റോഡിന്റെ വീതി കണ്ടില്ല. രണ്ട് വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഫ്ലൈ ഓവർ അത്യാവശ്യം വലുതാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തൊന്ന് എന്താണ് ഇപ്പോഴുള്ള മാറ്റങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ രാമനാട്ടുകര ഭാഗത്തുനിന്ന് തുടങ്ങി ഇവിടം വരെ ഉള്ള വർക്കുകൾ നമ്മളിങ്ങനെ നോക്കി വന്നതാണ്. ഇതിനുള്ളിൽ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ആയിട്ടുണ്ട് കാണാം. ഇവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ നിർത്തുന്നുണ്ട്. ഇവിടെ ബോർഡ് കാണാം, പാലായി ഭാഗത്തേക്കൊക്കെ പോകുന്ന. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ഇനിയും സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ക്ലിയർ ആവാതെ കിടക്കുന്നത് കാണാം. ഇനി ഈ ഭാഗത്തുള്ള അടിഭാഗത്ത് ഇതിന് വരുന്ന ഇവിടെയൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. ഇവിടെ പാർക്കിംഗ് ഫീ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ
സർക്കാരിന് ഇങ്ങനെ ഒരു പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നത് വളരെ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരുപാട് ബൈക്കുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പാർക്കിംഗ് പ്ലേസ് ആക്കി മാറ്റിയാൽ സർക്കാരിന് തന്നെ വരുമാനം കിട്ടുന്ന ഒരു രീതിയിലാവും. അതാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക് കയറി പോകുന്ന വഴി. ഇതാണ് പാലായി ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.